തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഈ ഭരണസമിതി ചുമതല ഏറ്റതിന് ശേഷം ഞങ്ങൾ നിരവധി കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. അപ്പോൾ കോർപ്പറേഷൻ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യം പൂണ്ട പലരും തന്നെ പൊതുസമൂഹത്തോട് വളരെയധികം കടപ്പാടും സ്നേഹവുമുള്ളവരൊക്കെ തന്നെ പല കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാളൊരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞത് ഞാൻ സഭയിൽ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രമാണം ചെയ്യുവാനുള്ള സാമ്പത്തിക സഹായം അവർക്ക് ചെയ്തിട്ടുണ്ട്. പ്രമാണം കഴിഞ്ഞ് പ്ലാൻ വരച്ച അനുസരിച്ച് അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകും. അപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന സമയം നമുക്കറിയാം. ഇപ്പം ഞാനൊരു സർക്കാർ സ്കൂളിൽ, ഗവൺമെൻറ് സർക്കാർ സ്കൂളിൽ ഗ്രാമപ്രദേശത്ത് പഠിച്ചതാണ്. അപ്പോൾ നിരവധി കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലുമുള്ള ചില എയ്ഡഡ് സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് ഇപ്പോഴും പുസ്തകവും ബാഗും ഒക്കെ വാങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിലുള്ളൊരു കൈത്താങ്ങായി മാറണം കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെന്ന് ഞങ്ങൾ ഭരണസമിതി വരുന്നതിന് മുമ്പ് തന്നെ ആലോചിച്ചിരുന്ന കാര്യമാണ്. ഈ ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നും ചില എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും, അത് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് 5050 കുട്ടികൾക്ക്, ഒരു വാർഡിൽ 50 കുട്ടികൾക്ക് വച്ചിട്ട് 5050 കുട്ടികൾക്ക് ഞങ്ങൾ കിറ്റ് കൊടുക്കുകയാണ്. അതായത് ഒരു സ്കൂൾ ബാഗ്, ഹൈസ്കൂളിനാണെന്നുണ്ടെങ്കിൽ ആവശ്യമായ നോട്ട്ബുക്ക്, അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടാവും, അതിൽ വാട്ടർ ബോട്ടിലുണ്ടാവും. ഇപ്പോൾ എന്താ, താഴത്തെ കുട്ടികൾക്ക്, ചെറിയ ക്ലാസ്സിൽ LP സ്കൂളിലെ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ടാവും, ഹൈസ്കൂളിന് ടിഫിൻ ബോക്സ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ അതിൽ കുട ഉണ്ടാവും. ഇങ്ങനെ അത്യാവശ്യം കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പാണ് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് കോർപ്പറേഷൻ ഓഫീസിൽ വെച്ച് അത് കൊടുക്കും. അതിനുശേഷം കൗൺസിലർമാർ വാർഡുകളിൽ പോയി അതാത് വാർഡുകളിലെ സ്കൂളുകളിൽ വിതരണം ചെയ്യും. അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്നും പണമെടുക്കുന്നില്ല. കോർപ്പറേഷൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ ഒന്നും തന്നെ സാമ്പത്തികം ശേഖരിക്കാതെ കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് വ്യക്തികൾ സഹായിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്നും പണമായിട്ടല്ല, നമ്മൾ ഏത് തരത്തിലുള്ള സഹായമാണോ ചെയ്ത് ആ ഉൽപ്പന്നമായിട്ടാണ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ബാങ്കുകൾ CSR ഫണ്ട് തരുന്നുണ്ട്. അത് CSR ഫണ്ടായി ഞങ്ങൾ വാങ്ങുന്നില്ല, ഞങ്ങൾ കിറ്റായിട്ടാണ് വാങ്ങുന്നത്. ഇവിടെ പറയുന്ന എണ്ണം കിറ്റ്, അവർക്ക് എത്ര പണമാണോ തരാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള കിറ്റ് ഇവിടെ വാങ്ങി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് മേയർ കെയർ എന്നുള്ള പരിപാടിയാണ്, ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. മേയർ കെയർ എന്ന പേരിൽ ഞങ്ങൾ അർഹരായ കുട്ടികളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്.